ഹലോ, ഗുഡ് മോർണിംഗ്. ഇതൊരു മോർണിംഗ് വ്ളോഗാണ്. മോർണിംഗ് തൊട്ട് ഈവനിങ് വരെയുള്ള കാര്യങ്ങളുണ്ട്. എന്നാലും ഇത് സമയം 6:30 ഞാൻ രാവിലെ തന്നെ കുറച്ച് നേരം മീൻകുട്ടന്മാരെയൊക്കെ നോക്കി പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഇവിടെ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പം ഭയങ്കര ഒരു സമാധാനം എനിക്ക് തോന്നും കേട്ടോ. രാവിലെ ആകുമ്പം പ്രത്യേകിച്ച് വണ്ടികളുടെ സൗണ്ട് ഒന്നുമില്ല. അപ്പം ഞാനാണെങ്കിൽ റെഡിയാവാൻ പോവുകയാണ്. അപ്പം ഞാൻ നൈക്കയിൽ നിന്ന് എടുത്തൊരു ബ്ലൗസാണ്. റെഡിമെയ്ഡ് തന്നെയായിരുന്നു കേട്ടോ. സാരിയും നൈക്കയിൽ നിന്നാണ്. ലിങ്ക് വേണേൽ പറഞ്ഞാൽ മതിയേ. ഇതായിരുന്നു കേട്ടോ എൻ്റെ ഫുൾ ലുക്ക്. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിത് ഓഫീസിലേക്ക് റെഡി ആയിട്ട് പോവുകയാണേ. ഞാൻ ഇൻഫോ പാർക്കിലാട്ടോ വർക്ക് ചെയ്യുന്നത്. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടൊരു കാര്യം എൻ്റെ ജോലിയാണ് കേട്ടോ. എൻ്റെ ജോലി കാരണം എനിക്ക് കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒരു ജോലി ഇല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്താവും എൻ്റെ ലൈഫെന്ന് എനിക്ക് ആലോചിക്കാനേ പറ്റില്ല. ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും വർക്ക് ചെയ്യണമെന്നാണ് പറയുക. അത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ മാത്രമല്ല, നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവും. നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് തരുന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ എന്നോട് എപ്പോഴും ജോലി വേണം ജോലി വേണമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി പഠിപ്പിക്കുമായിരുന്നു കേട്ടോ. ഞാനൊരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിലും എൻ്റെ മനസ്സിലേക്ക് ജോലി വേണം എന്ന് അമ്മ പഠിപ്പിച്ച് പറഞ്ഞു തന്നിട്ടുള്ളതുകൊണ്ട് ആ ഒരു തോട്ട് മനസ്സിൽ കിടന്നുകൊണ്ടാവും ഞാൻ എഞ്ചിനീയറിങ്ങിന് പോയതും. ഒരു പ്രൊഫഷണൽ ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ജോലി കിട്ടാൻ വലിയ എനിക്ക് പാടില്ലായിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമയം പോയി. ഇതേ ഓണം സെലിബ്രേഷനാണ് ഓഫീസിൽ നടക്കുന്നത്. ഞാൻ രാവിലെ വന്ന് മാവേലിനെ റെഡിയാക്കാനൊക്കെ കൂടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ തുടങ്ങിയേ. ഞങ്ങളുടെ പൂക്കളം അതായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഓഫീസിൽ കുറേ പേരൊന്നും വന്നില്ല, കുറച്ച് പേര് മാത്രമേ വന്നിട്ടുള്ളൂ. സെലിബ്രേഷൻ ആകുമ്പോൾ എല്ലാവർക്കും മടിയാവുമല്ലോ. ഇതേ ഒരു സെറ്റ് തിരുവാതിരയുടെ പ്രാക്ടീസൊക്കെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. ഞാൻ യൂഷ്വലി ഇങ്ങനെയുള്ള സെലിബ്രേഷൻസ് ഒന്നും മിസ് ചെയ്യാറില്ല കേട്ടോ. അത് ഓഫീസിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഒക്കെ എനിക്കിതൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാനിതൊക്കെ എൻജോയ് ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം കുറച്ച് പേരെ ഉണ്ടായിരുന്നെങ്കിലും സെലിബ്രേഷൻസൊക്കെ നല്ലതായിരുന്നു. നമ്മുടെ ചെണ്ടമേളക്കാരൊക്കെ നല്ല വൈബ് ചേട്ടന്മാരായിരുന്നു. അതിനിടയ്ക്കൂടെ എല്ലാവരും നടന്ന് വീഡിയോ എടുക്കുകയും ഡാൻസ് കളിക്കുകയും വൈബ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് ഓഫീസിൽ വേറെ ടെൻഷൻസ് ഒന്നുമില്ല, വർക്കിൻ്റെ പ്രഷറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു ദിവസമായിരുന്നു എന്ന് തന്നെ പറയാം. എല്ലാവരും ഓണം സെലിബ്രേഷൻ്റെ ഒരു ഓണം മൂഡിൽ തന്നെയായിരുന്നു. പക്ഷേ എല്ലാ കൊല്ലത്തെയും പോലെ അല്ല കേട്ടോ. ഇക്കൊല്ലം വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ കൊച്ചിയിലേക്ക് മൂവ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഓണമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ടെൻഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് തിരിച്ച് കോഴിക്കോടേക്ക് പോകണം, അങ്ങനെ ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവുമായിരുന്നു. ഇപ്രാവശ്യം ഞാൻ ഭയങ്കര കൂളായിട്ടായിരുന്നു നിന്ന്. എന്നെ കൂട്ടാൻ ചെറുൻ വരും, കൊണ്ടുവിടാനും ചെറുൻ വന്നു. അപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് ടെൻഷൻസ് ഒന്നുമില്ല. അതൊരു ഫ്രീ ആയിട്ടുള്ള ഓണമായിരുന്നേ. അപ്പോൾ ഞാൻ കുറച്ച് ഡാൻസൊക്കെ കഴിച്ച് ഇതേ നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി പോകാനുള്ള പ്രിപ്പറേഷൻസിലായിരുന്നു. ഇതായിരുന്നു നമ്മുടെ സദ്യ. സാമ്പാറുണ്ടായിരുന്നു, നല്ല ഫുഡ്, നല്ല പരിപ്പ് പായസം, പാലട പായസം, അടിപൊളി ഫുഡ്. ബാക്കി നീ പറയണം. സദ്യ കഴിഞ്ഞത് ഞാൻ ഇറങ്ങി കേട്ടോ. ഞങ്ങളുടെ 2 ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ പോവുകയാണ്. ചേട്ടനാണെങ്കിൽ മുഖം കുറച്ച് കനപ്പിച്ച് നിൽക്കുക. ട്രാഫിക്കൊക്കെ കൊണ്ട് കുറച്ച് നേരം പുള്ളി പോസ്റ്റായി. അതുകൊണ്ടാണ്. അപ്പോൾ ഇനി വേറൊരു കുട്ടി വ്ളോഗുമായിട്ട് കാണാവേ.